നമസ്കാരം. നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കേണ്ട സൗജന്യ നിയമ അവകാശങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള പലരുടെയും ജീവിതത്തിലെ ഒരു കഥ പറയാം. കഥയിലെ കഥാപാത്രം രാമൻകുട്ടി ചേട്ടനാണ്. ചേട്ടൻ്റെ കാര്യം തന്നെ എടുക്കാം. അയൽവാസിയുമായി അതിർത്തി തർക്കം തുടങ്ങി. കേസ് കോടതിയിലെത്തി. കഴിഞ്ഞ 8 വർഷമായി കോടതി കയറി ഇറങ്ങുന്നു. വക്കീൽ ഫീസ്, യാത്രക്കൂലി, ദിവസങ്ങളോളം നഷ്ടപ്പെട്ട ജോലി, ഒടുവിൽ അയൽവാസിയുമായി ഇപ്പോൾ തീരെ സംസാരിക്കാറേയില്ല. മനസമാധാനവും പോയി, പണവും പോയി. നിങ്ങളുടെ ജീവിതത്തിലോ പരിചയക്കാരിലോ ഇതുപോലെ കേസ് നടത്തുന്നവരുണ്ടോ? ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഇതേ ഒരു ഘട്ടത്തിലായിരിക്കും ജീവിക്കുന്നത്. സിവിൽ കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലമുറകളോളം നീണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള ആളാണെങ്കിൽ നിങ്ങളോട് പറയാനൊരു സന്തോഷ വാർത്തയുണ്ട്. വർഷങ്ങളോളം നീളുന്ന കോടതി നടപടികളില്ലാതെ, കേസ് ജയിച്ചവനും തോറ്റവനും എന്ന വേർതിരിവില്ലാതെ, രണ്ട് കക്ഷികളുടെയും സമ്മതപ്രകാരം കേസിന് പരിഹാരമുണ്ടാക്കുന്ന ഒരു സംവിധാനമുണ്ട്. രണ്ടു കൂട്ടർക്കും ലാഭകരമായി കേസുകൾ തീർപ്പാക്കാൻ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ ഒരുക്കിയിട്ടുള്ള 2 വലിയ വഴികളുണ്ട്. ഒന്ന് ലോക് അദാലത്ത്, അതുപോലെ മധ്യസ്ഥ ചർച്ച അഥവാ മീഡിയേഷൻ. 2 കാര്യങ്ങളാണ്. ഇന്ന് നമുക്ക് ഇത് എന്തൊക്കെയാണെന്നും കേരളത്തിൽ സാധാരണക്കാർക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും വളരെ ലളിതമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എന്താണ് ലോക് അദാലത്ത്? ആദ്യം നമുക്കത് ചിന്തിക്കാം. ജനങ്ങളുടെ കോടതി എന്നാണ് ഈ പേരിന്റെ അർത്ഥം. ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത്. സാധാരണ കോടതികളിൽ വാദവും പ്രതിവാദവും ഒക്കെ തീവ്രമായി നടക്കുമ്പോൾ അദാലത്തിൽ നടക്കുന്നത് ചർച്ച മാത്രമാണ്, വാദപ്രതിവാദങ്ങളൊന്നുമല്ല. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയ ഉൾപ്പെട്ട ഒരു പാനലാണ് നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഏതൊക്കെ കേസുകളാണ് അദാലത്തിൽ കൊണ്ടുപോകാൻ കഴിയുക? ഒന്ന്, സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് ലോൺ കുടിശ്ശിക, ചെക്ക് കേസ്, മോട്ടോർ വാഹന അപകട നഷ്ടപരിഹാര കേസുകൾ, കുടുംബ വഴക്കുകൾ, ജീവനാംശം സംബന്ധിച്ച കേസുകൾ, സിവിൽ കേസുകൾ, ഭൂമി തർക്കങ്ങൾ, വൈദ്യുതി വാട്ടർ ബില്ല് തർക്കങ്ങൾ, കോടതിയിൽ ഇതുവരെ എത്താത്ത മറ്റു തർക്കങ്ങൾ, ഇതെല്ലാം അവിടെ എത്തിക്കാം. അതിനോടൊപ്പം ഓർക്കേണ്ടത്, ഇതെല്ലാത്തരം ഭൂമി തർക്കങ്ങൾക്കും ലോക് അദാലത്ത് ബാധകമല്ല. സമവായത്തിലൂടെ തീർപ്പാക്കാൻ കഴിയുന്ന സിവിൽ തർക്കങ്ങൾ ഓക്കെ. ശ്രദ്ധിക്കുക, കൊലപാതകം, സ്ത്രീപീഡനം തുടങ്ങിയ ഗുരുതരമായ കേസുകൾ ഈ അദാലത്തിലൂടെ തീർപ്പാക്കാൻ സാധിക്കില്ല. ഇനി രണ്ടാമത്തെ വഴിയാണ് മീഡിയേഷൻ, മധ്യസ്ഥ ചർച്ച. ചില കുടുംബ വഴക്കുകൾ അല്ലെങ്കിൽ പങ്കാളികൾ തമ്മിലുള്ള ബിസിനസ് തർക്കങ്ങൾ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പുറത്തു നിന്നൊരാൾ ഒരു വിധി പ്രഖ്യാപിച്ചാൽ ചിലപ്പോൾ തർക്കം വഷളാകും. ഇവിടെയാണ് മീഡിയേഷന്റെ പ്രസക്തി. കേരളത്തിലെ എല്ലാ കോടതികളിലും ഹൈക്കോടതിയിലും മീഡിയേഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പരിശീലനം സിദ്ധിച്ച ഒരു മധ്യസ്ഥൻ, ഒരു മീഡിയേറ്റർ, 2 കൂട്ടരെയും ഒരുമിച്ചിരുത്തി സംസാരിക്കും. ഇരുവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു സമവായത്തിലെത്താൻ സഹായിക്കും. ഈ ചർച്ചകൾ പൂർണ്ണമായും രഹസ്യമായിരിക്കും, കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അഥവാ മീഡിയേഷൻ വിജയിച്ചില്ലെങ്കിൽ പോലും അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും പിന്നീട് സാധാരണ കോടതിയിൽ നിങ്ങൾക്കെതിരെ തെളിവായി ഉപയോഗിക്കില്ല. മീഡിയേഷനിലെ ചർച്ചകളും നിർദ്ദേശങ്ങളും സാധാരണയായി രഹസ്യമായാണ് സൂക്ഷിക്കപ്പെടുന്നത്. നിയമം അനുവദിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങൾ ഒഴികെ അവ പിന്നീട് കോടതിയിൽ തെളിവായി ഉപയോഗിക്കാറില്ല. അതിനാൽ പേടിക്കാതെ 2 കൂട്ടർക്കും മനസ്സ് തുറന്ന് മീഡിയേറ്ററോട് സംസാരിക്കാം. ഇനി സാധാരണക്കാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ 4 നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, നിങ്ങളുടെ പണം തിരികെ കിട്ടും. കോർട്ട് ഫീ റീഫണ്ടാണ്. നിങ്ങൾ സാധാരണ കോടതിയിൽ ഫയൽ ചെയ്ത കേസാണ് അദാലത്തിലൂടെയോ മീഡിയേഷനിലൂടെയോ തീർപ്പാക്കുന്നതെങ്കിൽ മിക്ക കേസുകളിലും കോടതി ഫീസ് തിരികെ ലഭിക്കുന്നതിന് നിയമപരമായ ഒരു സൗകര്യമുണ്ട്. രണ്ടാമത്, ലോക് അദാലത്തിലെ വിധി ഒരു സിവിൽ കോടതിയുടെ അന്തിമ വിധിക്ക് തുല്യമാണ്. സാധാരണ അപ്പീൽ നൽകാൻ കഴിയില്ല. അതിനാൽ ഭൂരിഭാഗം കേസുകളിലും തർക്കം അവിടെ വെച്ച് തന്നെ അവസാനിച്ചു തീരും. അതിനാൽ കേസ് എന്നേക്കുമായി അവസാനിക്കും. പിന്നൊന്നുള്ളത് സമയം ലാഭിക്കാമെന്നതാണ്. വർഷങ്ങൾ നീളുന്ന വിചാരണയില്ലാതെ ഒരൊറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ ഈ കേസ് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. ഈ കേസിൽ, ഈ സംവിധാനത്തിൽ ആരും തോക്കുന്നുമില്ല, ആരും ജയിക്കുന്നുമില്ല. 2 കൂട്ടർക്കും സമ്മതമായ തീരുമാനമായതിനാൽ പഴയ ബന്ധങ്ങൾ തകരാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയും. കേരളത്തിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് പറയാം. കേസ് നിലവിലുണ്ടെങ്കിൽ നിങ്ങളുടെ കേസ് നടക്കുന്ന കോടതിയിൽ ഈ കേസ് അദാലത്തിലേക്ക് അല്ലെങ്കിൽ മീഡിയേഷനിലേക്ക് മാറ്റണമെന്ന് നിങ്ങൾക്കൊരു അപേക്ഷ നൽകാം. കേസ് നിലവിലില്ലെങ്കിൽ നിങ്ങളുടെ താലൂക്കിലെ TLSC, താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഓഫീസിലോ ജില്ലാ കോടതിയിലുള്ള DLSA, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഓഫീസിലോ നേരിട്ട് ചെന്ന് ഒരു അപേക്ഷ നൽകാം. ഇതിനായി വലിയ തുകയോ വക്കീൽ ഫീസോ ഒന്നും നൽകേണ്ടതില്ല. നിർദ്ദിഷ്ട ഫോറത്തിൽ ലളിതമായ അപേക്ഷ നൽകിയാൽ മതിയാവും. കേരള ലീഗൽ സർവീസ് അതോറിറ്റി KLSAയുടെ വർഷത്തിൽ കൃത്യമായ ഇടവേളകളിൽ ദേശീയ സംസ്ഥാനതല അദാലത്തുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ലോക് അദാലത്തോ മീഡിയേഷനോ വിജയിക്കാൻ 2 കക്ഷികളുടെയും സ്വമേധയായുള്ള സമ്മതം ആവശ്യമാണ്. ഒരാൾക്ക് സമ്മതമില്ലെങ്കിൽ ബലമായി ഒത്തുതീർപ്പാക്കാൻ കഴിയില്ല. അത് പ്രത്യേകം ഓർക്കണം. കോടതി കയറി സമാധാനവും പണവും കളയുന്നതിലും എത്രയോ നല്ലതാണ് പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ തീർപ്പാക്കുന്നത്.
അപ്പോൾ തർക്കമല്ല, സമാധാനമാണ് പ്രധാനമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് കേസ് നടത്തി ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും ഒരാളെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ അയാൾക്ക് ഉപകാരപ്പെടട്ടെ. ഈ അവകാശത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് ഓരോ പൗരനും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നിയമപരമായ ഒരു അവകാശവുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.